ഐശ്വര്യം ആസ്വദിച്ചുകൊണ്ട് കടന്നു വരാൻ കാത്തു നിൽക്കുമ്പോൾ രണ്ട് വിഭാഗവും പാറമേക്കാവും തിരുവമ്പാടിയും ഏതാണ്ട് നെറ്റിപ്പട്ടം ചാർത്തിയ ഗജവീരന്മാരൊക്കെ ആസ്വദിച്ചു നിന്ന് ഈ പരിപാടിയുടെ നല്ല ഐശ്വര്യകരമായ അന്തരീക്ഷം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ മേളം നടക്കുന്നുണ്ട്, ചെണ്ടമേളം നടക്കുന്നു, അതുപോലെ തന്നെ കൊമ്പ് വിളിക്കുന്നു, അതോടൊപ്പം തന്നെ കുഴൽ വിളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മേളത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള വിഭാഗങ്ങൾ നടക്കുമ്പോൾ പ്രിയപ്പെട്ട ജനങ്ങളുടെ വളരെ ഹർഷാരവം നിറഞ്ഞ ആർപ്പ് വിളികൾ നിറഞ്ഞ അന്തരീക്ഷം വരുമ്പോൾ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വർണ്ണാഭമായ ഒരു കുട, തീർച്ചയായും ശംഖ് ഒരു നല്ല സ്വർണ്ണ ശംഖാണോ, സ്വർണ്ണ കപ്പാണോ, സ്വർണ്ണ ശംഖാണോ എന്ന് നമുക്ക് വിവരിക്കാൻ കഴിയാത്ത രീതിയിൽ അത്രയ്ക്ക് മനോഹരമാണത്. ഇതോടൊപ്പം തന്നെ പാറമേക്കാവിൻ്റെ നീലക്കുട വളരെ നല്ല തങ്ക കൊലുസുകൾ അണിഞ്ഞ് നിൽക്കുമ്പോൾ വളരെ മനോഹര കലോത്സവത്തിൻ്റെ കപ്പ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ കപ്പിൻ്റെ നിറത്തിലുള്ള അല്ലെങ്കിൽ ഡിസൈനിലുള്ള കുടകൾ ഉയർത്തിക്കൊണ്ട് തിരുവമ്പാടി വിഭാഗം വിസ്മയം തീർത്തുകൊണ്ട് കടന്നു പോകുന്ന നിമിഷങ്ങൾ ഈ സമയത്ത് വളരെ സുന്ദരമാണ്. നേരത്തെ പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാകുകയാണ്. തൃശ്ശൂർ നഗരി, പൂരനഗരി ഒരു നവോദയെ പോലെ സുന്ദരിയാണ്. അവിടെ നിയോൺ ബൾബുകളുടെ പ്രകാശം കൊണ്ട് പ്രിയപ്പെട്ട പൂരപ്രേമികൾ വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച. അതോടൊപ്പം എല്ലാവരും ഈ പൂരത്തിൻ്റെ കുടമാറ്റത്തിലാണെങ്കിൽ പോലും ആ പൂരത്തിൻ്റെ മേളത്തിനനുസരിച്ച് അവരുടെ കൈത്താളങ്ങൾ നിമിഷം പ്രതി നടക്കുന്നുണ്ട്. ആ താളം ആസ്വദിച്ചുകൊണ്ട്, ആ പൂരം ആസ്വദിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഗജവീരന്മാരും അവരുടെ ചെവികളാട്ടുന്നു. ഇവിടെ സർവം പൂരമയമെന്ന് നേരത്തെ